ഓ ഗായ്സ്, ഇതിനകത്തൂടെ പോകില്ലല്ലോ. ഇത് നമുക്ക് സ്പെഷ്യലാണ്. ഇത് നമ്മള് പയ്യന്മാരായിട്ട് വേറെ കുഴപ്പമില്ല. ഞാൻ ഈ തിരുവനന്തപുരത്ത് വയസ്സ് 10, 36, 37 വയസ്സ് ഒന്നേ വരാം. ഇത്രയും ഒരു സെറ്റപ്പ് സ്ഥലം. നമ്മളിവിടെ നിന്ന് അങ്ങോട്ടാണ് പോകണം. ആലപ്പുഴ, എറണാകുളം, അങ്ങോട്ടൊക്കെ എവിടെയെല്ലാം പോകണം. തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നല്ലേ? പിന്നെ ഗവൺമെന്റ് ഈ കണ്ടൽക്കാടിനൊക്കെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല മരം. ഹലോ ഗൈസ്, ഞാൻ കാർത്തി വ്ളോഗിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എൻ്റെ ഇവിടെ രണ്ടുപേരുണ്ട്. ഒന്ന് അനുചേട്ടായി, ഒന്ന് കുട്ടച്ചേട്ടായി. കുട്ടച്ചേട്ടൻ രാവിലെ ഭയങ്കര ശോകം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വിഴിഞ്ഞെന്ന് പോവാറില്ല ചേട്ടാ. പോവാറ് ജസ്റ്റ് ഒരു ബോട്ടിങ്ങിനായിട്ട് ഇറങ്ങിയാണ്. പക്ഷെ സംഭവം കൂടി നമ്മൾ വിചാരിച്ചൊക്കെ ഇട്ടിടുമല്ലേ. ഈ വിഴിഞ്ഞത്ത് പൂവാറ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടിട്ടില്ല. പൂവാറ് വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ബോട്ടിംഗ് ഉണ്ടെന്ന് ഞാൻ അതിനാണ് കരുതുന്നത്. ബോട്ടിംഗ് എന്നേ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നമ്മളെ ഡ്രൈവർ പയ്യന്മാരായിട്ട് കുറച്ച് എൻജോയ്മെന്റ് പരിപാടികളൊക്കെ ചെറിയ കറക്കം നമുക്ക് രണ്ട് മച്ചാന്മാരെ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ അങ്ങനെയുണ്ട് സംഭവം വേറെ ലെവൽ. വന്നില്ലെങ്കിൽ മിസ്സായ പോലെ. പിന്നെ നമ്മൾ മലയാളികൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇല്ല അപ്പുറത്തേക്ക് കാണിക്കാനുള്ള മരം പോളി അല്ലേ പോളി. ഇതാണ് ഏവിയൻ കനാലിൽ കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. വീഡിയോ പോവാറല്ലേ ചേട്ടാ? പൂവാറാണ്. ഞാൻ ഉണ്ട്, അനു ചേട്ടനുണ്ട്, അതിൽ കുട്ടൻ ചേട്ടനുണ്ട്. വയനാട്ടാണ് നിങ്ങളെ കുറച്ചും കൂടെ വീടുണ്ട്. അതുകൊള്ളാം. നമുക്കൊരു നീന്താ അറിയാം. പിന്നെ അവിടെ ഗായ്സ്, അപ്പം നമ്മൾ രണ്ട് മച്ചാന്മാരുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് അവർ സെറ്റ് ചെയ്ത് തരും. ഒന്ന് അവരിന് രണ്ടുപേർക്ക് അത്ര 2500 അല്ലേ കേട്ടോ? നമുക്ക് 3 പേർക്ക് 2500 ആയിട്ടുള്ളൂ. ഈ എത്രത്തോളം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ബോട്ടിൻ്റെ സൗണ്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ സംഭവം പൊളി.
നമ്മളാ മോഹൻലാലിന്റെ മാന്ത്രിക സിനിമ ഉണ്ടല്ലോ, മാന്ത്രികമാണ്. ഓ ഗായ്സ്, ഇതിനകത്തൂടെ പോകില്ലല്ലോ. കേട്ടാ മറ്റേ മോഹൻലാലിന്റെ മാന്ത്രിക സിനിമയല്ലേ, അതിലിടയ്ക്ക് വെച്ച് കാണിക്കുമല്ലോ. ആ ഇതേപോലെ തന്നെ. ഒരു ബോട്ട് നമ്മൾ അടുത്ത അയലിലോട്ട് പോയത്, ബോട്ട് വളയ്ക്കുന്ന സെറ്റപ്പാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ ഇതുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വഴികളുണ്ട്. തുരങ്കത്തിനകത്ത് കയറി തിരിച്ചറിയാൻ പോയതാണ്. കുട്ടച്ചേട്ടാ എങ്ങനെയുണ്ട്? പോളി, ഒരു രക്ഷയില്ല. മൂഡ് ഓഫ് ഒക്കെ മാറിയ വിശപ്പ് കൂടെ മാറുക. പുള്ളിക്കാരൻ വിശന്നിട്ടിരിക്കുകയാണ്. ഇത് സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. എന്തായാലും നമുക്ക് മാംഗ്രോവ്സിന്റെ ഐലൻഡ് ഇവിടെ ഇപ്പൊ വെള്ളം കയറി കിടക്കുന്നുണ്ടല്ലേ. ഓ, ഇതിപ്പം വെള്ളം ഒഴി മുറിഞ്ഞിട്ട് ഇപ്പൊ കയറി കിടക്കും. ഫസ്റ്റ് ഐലൻഡാണ്, മാംഗ്രോവ്സിന്റെ ഐലൻഡ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഒരു റൗണ്ട് അങ്ങനെ കറങ്ങി അടിക്കുന്നു. ഓറൈറ്റ്, ഇത് നമുക്ക് സ്പെഷ്യലാണ്. ഇത് നമ്മൾ പയ്യന്മാരായിട്ട് വേറെ കുഴപ്പമില്ല. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ചെയ്യത്തില്ല, അല്ലെങ്കിൽ വിട്ട് വെള്ളത്തിൽ പോകും. ഇപ്പം നമ്മളിപ്പം 3 പയ്യന്മാരാണ് വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ഈ റോഡിലൊക്കെ ഇറങ്ങണൊക്കെ ഓഹോ ഇടിച്ചു താഴ്ന്നു. നമ്മള് ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി എന്തിനാണെന്ന് അറിയൂടല്ലോ, വെറുതെ ഇറങ്ങിയതാണല്ലേ, ഒരു പ്ലാനും ഇല്ലാതെ. ഈ ആഴ്ച തന്നെ വരാം, നമ്മളെ 2 പയ്യന്മാരും കൂടെ ഉണ്ട്. പക്ഷെ കുട്ടഞ്ചാട ഇന്ന് മൂഡ് ഓഫ് ആയിട്ടാണ് നമുക്ക് ഇന്നുകൊണ്ട് വരാൻ പറ്റിയത്. ആലപ്പുഴ പോയി നമ്മള് വെറുതെ അല്ലടേ, ഫുൾ പാക്കേജ്. അതായത് 1 മണിക്കൂറൊക്കെ എടുത്ത പതുക്കെ പോകത്തുള്ളൂ. അത് കുറച്ച് ബോറായിരിക്കും. ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോ പതുക്കെ പോകുമ്പോ ഓക്കെയാണ്. റിവേഴ്സ് എടുത്ത് വീട് ഇവിടെ അടുത്ത് തന്നെ, വീട് അടുത്താണ്. വേറെ ലെവൽ തന്നെയല്ലേ. ഇത്രയും നമ്മള് തുടക്കം മാത്രമല്ലേ, ഇത് സ്റ്റാർട്ടിങ് ആണ്. ഫസ്റ്റിലത്തെ ആയാലും നമ്മളിങ്ങനെ വന്നാൽ ഇത് വീഡിയോയിൽ കാണാൻ വേറെ രസം. നമ്മളതിനകത്ത് നമ്മളവിടുത്തെ തുരങ്കത്തിൽ കയറിയിട്ടുണ്ട്. ഓ ഗൈസ്, നമ്മൾ അടുത്ത ഐലൻഡിലോട്ട് പോവുകയാണ്. എന്നിട്ട് മാംഗോ എപ്പോഴും പേര് പറഞ്ഞത് മാംഗ്രോസ് ഐലൻഡ് കഴിഞ്ഞു. ഓ ഗൈസ്, മാംഗ്രോസ് ഐലൻഡ് കഴിഞ്ഞ് ഇപ്പം നമുക്ക് ഇവിടെ ഒന്ന് നോക്കിയാൽ അപ്പുറത്ത് കടലൊക്കെ കാണാൻ പറ്റും. കടല പിന്നെ ബാക്കി സൈഡ് സീന്, പിന്നെ പറഞ്ഞ മാംഗ്രോ ആയിരുന്നു. ഓക്കെ, എന്തായാലും ചില്ലായിട്ടുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സംഭവം ഞാൻ ഈ തിരുവനന്തപുരത്ത് വയസ്സ് 10, 36, 37 വയസ്സ് ഒന്നേ വരാം. ഇത്രയും ഒരു സെറ്റപ്പ് സ്ഥലം. നമ്മളിവിടെ നിന്ന് അങ്ങോട്ടാണ് പോകണം, ആലപ്പുഴ, എറണാകുളം, അങ്ങോട്ടൊക്കെ എവിടെയെല്ലാം പോകണം. തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നല്ലേ? പിന്നെ ഇതെന്ത് ലെവല്, ഈ കണ്ടൽക്കാടിനൊക്കെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗ്യം. വലിയ പൈസയൊന്നും ഇല്ലല്ലേ, ഏകദേശം നമുക്ക് 2500 ആയിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത്. ആദ്യമായിട്ട് വന്നിട്ട് നമ്മളിത് വില വേശിയൊക്കെയാണ് കയറി. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ ഇതിൻ്റെ ഒരു പക്ക ഇല്ല എക്സ്പീരിയൻസ്. ആ വനം ഇതിനകം കാണിക്കുന്ന കാട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എനിക്ക് പോയി സംഭവം കണ്ടൽക്കാട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിട്ടുണ്ട്, വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്നത്, വണ്ടിയിൽ കണ്ടിട്ടുണ്ട്, വീഡിയോയിലും കണ്ടിട്ടുണ്ട്, ട്രെയിനിൽ പോകുമ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സംഭവം അടുത്തുണ്ടായിരുന്നു, നമ്മൾ ഇത്രയും നടക്കുന്നത് ഒരു വിഷയമില്ല. നമുക്ക് അടുത്ത ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബാക്കിയുണ്ട്. അതായത്
ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നത്. പൂവാറെന്നല്ല, ഓപ്പ് മൂസാപുരം. പിന്നെയാണ് ഈ ആറില് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ ഈ ആറില് മറ്റേ പൂ ഇങ്ങനെ ഒഴുകി വരുന്നത് ആ പുള്ളി കണ്ടിട്ടാണ് പൂവാറെന്നൊരു പേര് പുള്ളി ഇട്ടത്. മാർത്താണ്ഡവർമ്മ കാലഘട്ടത്താണ് പുള്ളി ഇവിടെയാണ് ഒളിച്ചിരുന്നത്. ഇതൊക്കെയാണ് ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായത്. അങ്ങോട്ടൊന്നും ആളിന് അവിടെയൊക്കെ ആള് കയറുന്നുണ്ടല്ലേ? ഇപ്പോഴത്തെ അതിന്റെ അതിന്റെ സംഭവം എന്ന് വെച്ചാൽ അത് നല്ല പഴകിയ കെട്ടിടായതുകൊണ്ട് ഇപ്പൊ ഓരോ സൈഡും ബ്രോ അങ്ങോട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാനായിട്ട്. പണ്ടത്തെ ബ്രിട്ടീഷുകാരന്മാരെ എന്തൊരു സെറ്റപ്പ് ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നമ്മളെ ഈ നമ്മളെ ഈ കരോട്ട കളരിയൊക്കെ പഠിച്ചിരുന്നത് ഇതിന്റെ അകത്ത് വെച്ചാൽ. പുള്ളിക്കാരൻ ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. നമ്മളെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കെട്ടിടം ഇരിക്കണത്, അത്രയും പഴയ ഒരു കെട്ടിടം. പണ്ടത്തെ മറ്റേ കരാട്ട മറ്റേ കളറിപ്പയറ്റ് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാ കോക്കനട്ട് ഐലൻഡ് നോക്കിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്ത കോക്കനട്ട് ഐലൻഡ് അല്ലേ? രണ്ടും മറച്ചിരിക്കുന്നത് വാതിലാണ്. അതിപ്പോ മറച്ചതാണ് ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടി. ഇതിന്റെ അകത്തൊക്കെ ആൾക്കാർ കയറും. ഇത് നേരെ ഇറങ്ങുന്നത് ഒരു വലിയൊരു ഗുഹ പോലെയാണ്. അകത്താണ് ഇറങ്ങുന്നത്. കെട്ടിടാണ്. കെട്ടിടത്തിന്റെ ഉള്ളിൽ നല്ല കുഴിയാണത്. അതിന്റെ അകത്താണ് കരോട്ട കളരിയൊക്കെ ആൾക്കാരൊക്കെ പരിശീലനം എന്ന്. നിലയിൽ അടച്ചിട്ടേക്കണം, അത് കയറാൻ പറ്റില്ല. അതിന്റെ ഇത് ഗുരുതരം അത്രയ്ക്ക് അവസ്ഥ ഇതായിച്ചത്. ഒത്തിരി വർഷത്തെ പഴക്കമുള്ളതുകൊണ്ടല്ലേ. ഇത് ഇവിടെയൊക്കെ റോഡ് മാർഗം വരാൻ പറ്റുമോ? റോഡ് മാർഗം വരുന്ന വഴിയാണോ? ഇതാണ് റോഡ്. ഇവിടെ റോഡ് അവസാനിക്കും. അവിടെ നിന്ന് നമ്മൾ റോഡ് വഴി ഇങ്ങനെ വരും. ഇതാണ് ഗോൾഡൻ സൺ ബീച്ചിലോട്ട്. ഇവിടുന്ന് നിങ്ങൾ നമ്മൾ ഈ ബോട്ടിങ്ങിന്റെ അകത്ത് കാണുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കടൽ മാറി സംഗമിക്കുന്ന ഒരു സ്ഥലം. ഏകദേശം 2 കിലോമീറ്ററോളം ഉണ്ട്. ഇവിടെ നിന്ന് നടന്നു പോകണമെന്നുണ്ട്. ബോട്ട് മാർക്ക് ഈ ഐലൻഡൊക്കെ കണ്ട് നമുക്ക് അവിടെ നേരെ പോകും. ഇനി ഇതിന്റെ പുറകുവശത്ത് പോകും. ഇങ്ങോട്ട് പോകല്ലേ? അപ്പോൾ ഇതാണ് ചേട്ടൻ പറഞ്ഞ സെറ്റപ്പാണ്. നല്ല പഴക്കമുള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഫുൾ നിലവിലിപ്പോൾ ക്ലോസ്ഡ് ആണ് അതിനകത്ത്. അതിൻ്റെ ചേട്ടൻ്റെ കൂളി ഗ്ലാസ്സൊക്കെ വെച്ച് കത്തിയിരിക്കുക. കൂളിംഗ് ഗ്ലാസ് ഇന്നലെ വാങ്ങിയുള്ളൂ. എത്ര ഏട്ടാ കൂളിംഗ് ഗ്ലാസ്? 3000 ഉള്ളൂ. ഇത് നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നേരെ പോണത് ആലപ്പുഴ, കൊല്ലം അല്ലേ? പക്ഷികളെ കാണാൻ അങ്ങോട്ട് കണ്ടല്ലോ. ഇതിനൊന്നും ആരും ഉപദ്രവിക്കാനല്ലേ? അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. കിളിയൊക്കെ മീനെയൊക്കെ മുട്ടയിടാനും. നമ്മളിവിടെ കക്ക ഉണ്ടാവും ഇതിന്റെ അകത്ത്. ഒടി ഓടി ഓടി കക്ക അറിയില്ലോ? കല്ലുമ്മക്കായ, കല്ലുമ്മക്കായ. ആ സാധനം തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ സ്പീഷീസ് ഇവിടെ ഇപ്പം ദേശാടനമുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. നമ്മൾക്ക് ഈ വൈകുന്നേരം ഈ പൊഴി മുറുന്ന സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ അതിൽ കണ്ടില്ല, കഴുത്തിന് കണ്ടില്ല, ബുക്കൊക്കെ നിൽക്കുന്നുണ്ടോ? എന്തായാലും മച്ചാമാരി പൊളിയാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് അവർ കൊണ്ടുവന്നത്. കൊണ്ടുപോകുന്ന വഴിക്ക് നമുക്ക് ഒരു ബോറടിക്കണ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. അവർ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ കുറിച്ച് പറഞ്ഞു തരും. കണ്ടില്ലേ, ബുക്ക് ഐറ്റങ്ങൾ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഒരുപാട് ബേഡ്സ് ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇതിനൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. വംശനാശം സംഭവങ്ങളാണ്. നല്ല കഴുത്ത്, നല്ല നീണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ കൊക്ക് ഒരു കാക്ക പോലും തന്നെ 2-3 കിലോ സൈസിലൊക്കെ ഉള്ളതുണ്ട്. അതിനേച്ചോട്ടം എല്ലാം കണ്ടിങ്ങനെ അമ്പന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് വേണ്ട, അത് കരയും പക്ഷേ അല്ല, കടലും കായലും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്. അവിടെ തന്നെ ഒരു ഐലൻഡ് ഉണ്ട്. ഫുഡ് അടിക്കാൻ അവിടെ നിന്നാണ് കേട്ടോ. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട് അല്ലേ? ഇത് ബോട്ടാണ് കേട്ടാ. ഇത് ഹൗസ് ബോട്ടിങ് കൊണ്ടത്തെ സെറ്റപ്പ് റെസ്റ്റോറൻ്റ് ആണ്. വെള്ളത്തിൻ്റെ മീതെ സ്ഥിതി ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ്.
എന്ന് വെച്ചാൽ ഇവിടെ ലൈവ് ആണല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർ ലൈവായിട്ട് ചെയ്യും. അപ്പൊ ആ ടൈം കൊണ്ട് നിങ്ങൾ അത്ര നേരം അവിടെ ഇരിക്കണം. നമുക്ക് ഓടി ആ സാധനം എടുത്തോണ്ട് ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓർഡർ കൊടുക്കുക. ശരി ഗൈസ് നമ്മളെ ഫുഡ് കാര്യം മാത്രം ഞാൻ കയറിയിട്ടില്ല. ഇപ്പൊ ഒരു അനുഭവമാണ്. നമ്മൾ ചിലപ്പോൾ ദുബായിലൊന്നും പോയി കയറാണ്ട് ഒരു അവസരം കിട്ടൂല. നമുക്ക് തട്ടിപ്പോയാൽ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ കയറാം ഒട്ടാതെ. അനച്ചേട്ടൻ വരെ ഒട്ടാതി കയറില്ല. ഒട്ടത്തിന്റെ അകത്ത് കയറാൻ പോകണം. കുട്ടച്ചാട്ടം കയറുന്ന ഒട്ടത്തിന്റെ അടുത്ത് കയറാൻ കയറണ്ടല്ലേ? ഗൈസ് ഇവിടെ നിന്ന് അനച്ചേട്ടാ മെനു ഒക്കെയാണ്. നോൺ വെജ് ഉള്ളി എല്ലാം സീ ഫുഡാണല്ലേ? ഇന്നത്തെ വെറൈറ്റി ഐറ്റംസ് എന്തൊക്കെയാണ്? ഇവിടെ സീ ഫുഡാണ് സ്പെഷ്യല്. ഫിഷ് ഉണ്ട്, പ്രോൺ ഉണ്ട്, ഞണ്ടുണ്ട്, കൂന്തലുണ്ട്, കരിമീനുണ്ട്. ഫിഷില് ചെമ്പല്ലി, ഹമോറ്, പാരമീൻ, അവോലി, തൂണ. പിന്നെ ഞണ്ടുണ്ട്, പ്രോണുണ്ട്, കൂന്തലുണ്ട്. ഹോട്ടലിൽ നിന്ന് കഴിക്കണ്ട, നമുക്ക് അവിടെ അതിൻ്റെ അകത്തിരുന്ന എല്ലാ ഈ വീഡിയോ ഒക്കെ കണ്ട് കഴിച്ചാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത് അടുത്ത് ഒട്ടാമത്തിന്റെ പുറത്ത് ഒട്ടാമത്തിന്റെ ഞങ്ങളുടെ യാത്രയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തിരുവനന്തപുരം കാണുന്നില്ലേ? ഒട്ടാകം, കുതിര, ചപ്പ്, ചാറ് എല്ലാം ഉണ്ട്. ഗൈസ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അനുചേട്ടന് വല്ലാതെ ദാഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി വെള്ളം മേടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങാൻ പോകും. റിസോർട്ടാണ്. വല്ലാതെ ദാഹിക്കുന്നത് അല്ലേ ചേട്ടാ? കുട്ടത്തേന് ദാഹമുണ്ടോ? നല്ല ദാഹം. നല്ല ദാഹമുണ്ട്. ദാഹത്തിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിന് ഇതേപോലത്തെ ഒരു ബോട്ടിന് എത്ര രൂപ? 4 ലക്ഷം ഈ ബോട്ടിന് മാത്രം. പിന്നെ എഞ്ചിൻ്റെ വില എങ്ങനെയാണ്? നമുക്ക് അറിയത്തില്ല. 1.5 ലക്ഷം. പിന്നെ ഇതിന് പെർമിറ്റ് വണ്ടിക്കുള്ളതെല്ലാം ഉണ്ട്. പെർമിറ്റ്, ഇൻഷുറൻസ്, അതെല്ലാം കിട്ടിയാലേ എന്നാലേ ഇത് നമുക്ക് ഇങ്ങോട്ട് ഓടാനുള്ള പെർമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സ്ഥലം എന്നുള്ളത്. ഇവിടെ ഓടാണ്ട് നമ്പർ ഉണ്ട്. ഈ പെർമിറ്റിന് ഭയങ്കര റേറ്റ് അല്ലേ? അനുചേട്ടൻ ഉടനെ ഒരു ബോർഡറൊക്കെ ഉള്ള പരിപാടി. നമ്മളിതിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ, നമ്മളിപ്പോൾ മനസ്സിലാക്കണ്ടേ. പെർമിറ്റ് ആണല്ലോ. നമുക്ക് കടലിൽ പോകണമെങ്കിൽ ബോട്ട് നമുക്ക് കടൽ തണലും ഭയങ്കര സെറ്റപ്പ് അല്ലായിരുന്നു. അത് കൊള്ളായിരുന്നു കേട്ടോ. എന്തായാലും പിള്ളേരെയും കൊണ്ടുവരും നമ്മളെ ഫാമിലി. 2 ഇതേ ഉള്ളൂ അതൊക്കെ മരം മുറിച്ചിട്ട്. അപ്പോൾ ഈ വെള്ളം കയറുമ്പം ഈ മെകളത്തെ ശാഖ കെട്ടി ഇതൊക്കെ റൂഫൊക്കെ കയറും. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ മറ്റേ കട്ടി മെഷീൻ കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് കട്ട് ചെയ്യും. പക്ഷെ അതാണ് അതിന്റെ ഭംഗി. നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു ഗുഹ പോലെ ഇരിക്കും. മുമ്പൊക്കെ വെച്ചാൽ മാംഗ്രോ അതിലെന്തെന്ന് വെച്ചാൽ ആ ഫോട്ടോസിൽ കണ്ടില്ലേ, അത് അത്രയ്ക്ക് മാംഗ്രോ അത്രയ്ക്ക് മൂടിയിരിക്കും. നമ്മുടെ ഈ സണ്ണിന്റെ ഇതുപോലും ഉള്ളിൽ ചെറുതായിട്ട് ഒരു പൊട്ട് പോലെ ആ രീതിക്ക് കാണാറുണ്ട്. അപ്പോഴാണ് അതൊക്കെ മാറിയത് കുറച്ച്. എന്നല്ല ഈ ബോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതിൽ കട്ട് ചെയ്ത് ഇത് തുടങ്ങി എത്ര വർഷമായി? തുടങ്ങിയിട്ട് ഏകദേശം ഒരു 17 വർഷം. ആദ്യം കയാക്കാണ്. കയാക്കെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ഈ തുഴമാർഗം ഉണ്ട്, കഴ വെച്ചിട്ടുള്ള അതായിരുന്നു. അതായത് കട്ടമരം അറിയില്ല, ഈ തടി കൊണ്ടിട്ടുള്ള മരം. പിന്നെയാണ് അത് വിപുലീകരിച്ച് ഇതിലോട്ട് വന്നത്, ഈ റൂഫ് അടിച്ച ബോട്ടിലോട്ട്, ഫൈബറിന്റെ ബോട്ടിലോട്ട്. അന്ന് ഹോട്ടൽ ലീല എന്ന് പറയുന്ന റിസോർട്ടിൽ മാത്രമേ ഉള്ളായിരുന്നു ഈ കയാക്ക്. ലീലാനാവ് കോണതല്ലേ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്. അത് 5 സ്റ്റാർ ഉണ്ട്, 3 സ്റ്റാർ. റിസോർട്ടാണ്. ഇതെല്ലാം റൂംസുകളാണ്. കല്യാണം കഴിഞ്ഞിട്ട് അല്ലേ ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ പറ്റിയ റിസോർട്ടുകളാണ്. 4 സൈഡും വെള്ളം, നല്ല വെള്ളം, ഒരു ശല്യമില്ല.
വന്ന് വെള്ളം മറിയാൻ പേടിയോ അപ്പൊ അനുചേട്ടാ അങ്ങനെ ഉണ്ടായിരുന്നു? സംഭവം വേറെ ലെവല് സൂപ്പറാണ്. സൂപ്പർ. കുട്ടൻ ചേട്ടാ പൊളിച്ചടിക്കും. മൂഡ് ഓഫ് ഒക്കെ മാറിയാ? ഓക്കെ ബ്രോ, അതിൻ്റെ അടുത്ത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ കാണാം നമുക്ക്. പേരെന്താ പറഞ്ഞ? അബ്ദു. മറ്റേ ബ്രോയുടെ പേരാ? സക്കീർ. ഓക്കെ. ഗായ്സ്, അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ സ്പോട്ട് എവിടെ ആയിരുന്നു ചേട്ടാ? ഇത് പൂവാറാണ് സ്പോട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.